ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലൊരു കംഫർട്ടിൻ്റെ സാഷ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ. അപ്പോൾ എന്താണെന്നല്ലേ, അതെ, നമ്മുടെ ഷെൽഫിലൊക്കെ കുറേ കാലങ്ങളായിട്ട് എടുക്കാതെ വെച്ച ഡ്രസ്സുകളൊക്കെ ഉണ്ടാവില്ല അല്ലേ? പ്രത്യേകിച്ച് ഷെൽഫിൽ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാതെ വെച്ച ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് ഒരു പൂപ്പലിൻ്റെ സ്മെല്ലായിരിക്കും അല്ലേ? പെട്ടെന്ന് ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും നമ്മളത് എടുക്കുക. അപ്പോൾ ഈ ആയിരിക്കും അതിൻ്റെ പൂപ്പൽ സ്മെല്ല് എടുക്കുക. അപ്പോൾ നമുക്കത് കഴുകി അന്നേരം ഉണക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിനായി ഇതുപോലൊരു ബൗൾ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ കംഫർട്ടാണ്. ഒരു ഡ്രസ്സ് ഒന്നോ രണ്ടോ ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് അളവ് മതി കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതായത് ഏകദേശം ഇത്ര ഇത് മതി കേട്ടോ നമുക്ക്. അപ്പോൾ എൻ്റെ 2 ഡ്രസ്സിനാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു കൊല്ലം പോലെ ആയിട്ടുണ്ട് ആ ഡ്രസ്സ് ഞാനത് എടുത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫംഗ്ഷന് പോകുമ്പോൾ അത് ഇടുമ്പോൾ എന്തായാലും അതിന് സ്മെല്ലുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിത് ചെയ്യുന്നത്. എന്നാൽ ഇത് കഴുകുകയൊന്നും നല്ല കേട്ടോ ചെയ്യുക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് കാണിച്ചു തരാം. ഇനി അടുത്തത് വേണ്ടത് നമുക്ക് ഒരല്പം ചൂടുവെള്ളമാണ് കേട്ടോ. തിളപ്പിച്ച ചൂടുവെള്ളം ഇതാ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് ചൂടുവെള്ളം. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഡിസോൾവ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല അത്യാവശ്യം ചൂടുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചൊന്ന് നേരം നന്നായി ഒന്ന് അലിയിച്ചെടുക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ടൊന്ന് ചൂടൊക്കെ ഒന്ന് അത്യാവശ്യം പോയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയൊരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ. ഈ സ്പ്രേ ബോട്ടിലൊക്കെ ഇപ്പോൾ എല്ലാ കടകളിലും ലഭ്യമാണ്, പ്രത്യേകിച്ച് സൂപ്പർ മാർക്കറ്റൊക്കെ പോലത്തെ കടകളിൽ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി ഇതാണ് നമ്മുടെ പൂപ്പലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായി ജെൻസിൻ്റെ പാൻറ് അതുപോലെ തന്നെ ഷർട്ട്, കുട്ടികളുടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്നതിന് തൊട്ട് മുൻപായി ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഏത് ഡ്രസ്സായാലും കുഴപ്പമില്ല കേട്ടോ. അത് ജസ്റ്റ് അതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ അയൺ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നല്ല സ്മെല്ലോട് കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സ് കിട്ടും. ആ പൂപ്പലിൻ്റെ സ്മെല്ലോ അതുപോലെയുള്ള പഴയതിൻ്റെ സ്മെല്ലൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. അത് ഏത് ഡ്രസ്സ് സാരിയിലായാലും ബ്ലൗസിലായാലും കുട്ടികളുടെ ഡ്രസ്സിലായാലും ഒക്കെ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല സ്മെല്ലുണ്ടാവും. സ്പ്രേനേക്കാളും നല്ലത് ഏകദേശം ഇതായിരിക്കും കേട്ടോ. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അയൺ ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ചവിട്ടികളിൽ, ബാത്റൂമിൻ്റെ ഫ്രണ്ടിലൊക്കെ ഉണ്ടാകുന്ന ചവിട്ടികളിലും ബാഡ് സ്മെല്ല് സാധാരണ ഉണ്ടാകും. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ബാഡ് സ്മെല്ല് പോക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ അയൺ ചെയ്യുന്നതിന് മുൻപ് ഇത് അടിച്ചു കൊടുക്കുക. ഇനി പൂപ്പലിൻ്റെ സ്മെല്ല് ഇല്ലെങ്കിൽ കൂടി നമുക്കിത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മെല്ല് ഉണ്ടാകും. പ്രത്യേകിച്ച് ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് ഉണ്ടാകും കേട്ടോ. അതുപോലെ നമ്മുടെ ഗ്ലാസിൻ്റെ ടേബിളിലൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ടേബിളിലൊക്കെ നല്ല സ്മെല്ലുണ്ടാകും. അതിനുശേഷം തുടച്ചെടുത്താൽ മതി കേട്ടോ.